സ്വർണ്ണ വ്യാപാരം വളരെ മന്ദഗതിയിലാണ് നടക്കുന്നത്. നിലവിൽ സ്വർണം വാങ്ങാനായിട്ട് അഡ്വാൻസ് ബുക്ക് ചെയ്ത ആളുകളും അതുപോലെ തന്നെ അത്യാവശ്യക്കാരായിട്ടുള്ള ആളുകളും മാത്രമാണ് സ്വർണം വാങ്ങുന്നതിനായി എത്തുന്നത്. കൂടുതൽ ആളുകൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇപ്പോഴത്തെ ജ്വല്ലറിയിലേക്ക് എത്തുന്നത് സ്വർണം വിൽപ്പനയായിട്ട് ബന്ധപ്പെട്ടാണ്. പിന്നെ കുറച്ച് ആളുകൾ എക്സ്ചേഞ്ച് ചെയ്ത് ആഭരണങ്ങൾ വാങ്ങാനും എത്തുന്നുണ്ട്. നിലവിൽ വിവാഹ ആവശ്യങ്ങൾക്കായിട്ട് വാങ്ങുന്ന ആളുകൾ നിലവിൽ സാധാരണ വാങ്ങിക്കൊണ്ടിരിക്കുന്നതിന്റെ പകുതിയിൽ താഴെ സ്വർണം മാത്രം വാങ്ങുന്ന ഒരു തരത്തിലേക്ക് അവരുടെ പർച്ചേസിങ് രീതി മാറ്റിയിട്ടുണ്ട്. അതാണ് ഈ ഒരു വർഷത്തില് ഈ ഒരു വിലവർദ്ധനയോടനുബന്ധിച്ച് സ്വർണ്ണ വ്യാപാര മേഖലയിൽ ഉണ്ടായിരിക്കുന്ന പ്രധാന മാറ്റം. ആളുകൾ കൂടുതലായി വാങ്ങുന്നതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നു. ആളുകൾ വാങ്ങുന്നതിന്റെ അളവ് വളരെ കുറച്ചിരിക്കുന്ന ഒരു സമയത്തോടെയാണ് പോകുന്നത്. വില ഉയരുന്നത് ജ്വല്ലറികളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി നേട്ടമാണോ ഉണ്ടാകുന്നത് അതോ നഷ്ടമാണോ ഉണ്ടാകുന്നത്? സാമ്പത്തികമായി നേട്ടം എന്ന് പറയുമ്പോൾ നമ്മുടെ അസറ്റ് വാല്യൂ കൂടുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൂലധനം നമ്മുടെ കയ്യിലിരിക്കുന്ന ആഭരണങ്ങളുടെ വില വർദ്ധിക്കുന്നു. അതുപോലെ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് അസറ്റ് വർദ്ധിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സ്വർണ്ണ വ്യാപാരം കൃത്യമായി വിൽപ്പനയും വാങ്ങലും നടന്നെങ്കിൽ മാത്രമേ കൃത്യമായിട്ടുള്ള അതിൽ നിന്നുള്ള ലാഭവും നമുക്ക് അതാത് സമയങ്ങളിൽ കിട്ടി എന്ന ഒരു തരത്തിലേക്ക് വരികയുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്വർണത്തിന് വില വർദ്ധിച്ചാലും അത് നമുക്ക് ഗുണപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്താത്തൊരു സാഹചര്യമുണ്ട്. ഇപ്പൊ നമുക്ക് സ്ഥിരമായി സ്വർണ്ണക്കട നടത്തിക്കൊണ്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിരിക്കുന്നത് ഗോൾഡ് ആവശ്യമില്ലാതെ നമ്മൾ വിറ്റിട്ട് അതിന് പണമാക്കാൻ ആരും ശ്രമിക്കില്ലല്ലോ. കാരണം ഓരോ ദിവസം വില വ്യത്യാസപ്പെടുകയാണ്. സാധാരണക്കാരായിട്ടുള്ള ജ്വല്ലറിക്കാർ ഒരുപാട് ലോണുകൾ എടുത്തും ഒക്കെ ജ്വല്ലറി നടത്തുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് ഈ വിറ്റുവരവില്ലായ്മ സ്ഥിരമായി ഒരു വിറ്റുവരവില്ലായ്മ വരുന്നത് അവർക്ക് അവരുടെ EMI അടയ്ക്കുന്നതിനോ അവരുടെ ജോലിക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതിനോ അവരുടെ മറ്റു വാടക ഇനത്തിലുള്ള ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാനായിട്ട് വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട്. അതാണ് ഇപ്പോൾ വ്യാപാരികൾ ചെറുകിട വ്യാപാരികളായിട്ടുള്ള ആളുകൾ നേരിടുന്ന വലിയൊരു പ്രതിസന്ധി. വൻകിടക്കാരെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിസന്ധിക്ക് ഒരു പരിധിയിൽ അപ്പുറത്തേക്ക് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് വേറെന്തെങ്കിലും ഇതല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ബിസിനസ് എന്തെങ്കിലും കാണും. ആ ബിസിനസ്സിൽ നിന്നുള്ള വരുമാനം കൊണ്ട് അവർക്ക് ഈ ചെലവുകളൊക്കെ മീറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇത് മാത്രം ആശ്രയിച്ചിരിക്കുന്ന വ്യാപാരികൾ, ചെറുകിട വ്യാപാരികൾ, വേറെ ലോൺ എടുത്ത് വ്യാപാരം ചെയ്യുന്ന ആളുകൾ, അവർക്കൊക്കെ ഇത് വലിയ ഒരു തിരിച്ചടിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അതെ, ഇപ്പോൾ ഈ രീതിയിലാണ് ഇനി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം നേരത്തെ സ്വർണ്ണത്തിലെ വില കൂടുന്ന ഒരു സാഹചര്യത്തിൽ 2026 എത്തുമ്പോൾ സ്വർണ്ണവില കുറഞ്ഞേക്കാമെന്നുള്ളൊരു പ്രതീക്ഷ സാധാരണക്കാരിലേക്ക് ഉണ്ടായിരുന്നു. ആ രീതിയിൽ നോക്കുമ്പോൾ ഇപ്പോൾ ഈ 1 ലക്ഷം കടന്നു പോകുന്നു, അത് കുറയുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഒരു സമയത്തെങ്കിലും പ്രീ ബുക്ക് ചെയ്തില്ല എങ്കിൽ വീണ്ടും കൂടുതൽ വില കൂടാനുള്ള സാധ്യതയാണ് എന്ന് മുന്നിൽ കണ്ട് ഈ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വർധന ഉണ്ടായിട്ടുണ്ടോ? പ്രീ ബുക്കിംഗ് ചെയ്യാൻ വരുന്ന അതിന് വർധനവ് ഉണ്ടോ എന്ന് വെച്ചാൽ എൻക്വയറീസ് ധാരാളം ഉണ്ടാകുന്നുണ്ട്. പക്ഷെ ആളുകൾ ഞാൻ പറഞ്ഞതുപോലെ വാങ്ങുന്ന സ്വർണത്തിന്റെ അളവ് വളരെ വലിയ തോതിൽ കുറച്ചിരിക്കുകയാണ്. കാരണം അവര് ഈ വില വർദ്ധിക്കുന്നതിനനുസരിച്ച് അവർ വെയിറ്റ് കൂടുതൽ വാങ്ങാനായിട്ട് തയ്യാറാവുന്നില്ല. അപ്പൊ ആളുകൾ ഇപ്പൊ കൂടുതൽ ഇത്ര ലക്ഷം രൂപയുടെ സ്വർണം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ ഇത്ര പവൻ കൊടുക്കുന്നതിന് പകരം അവരിപ്പോ നേരത്തെ 50 പവൻ അല്ലെങ്കിൽ 100 പവൻ കൊടുക്കുമ്പോൾ അതിന് ചെലവാകുന്നതിനോട് അടുത്തൊരു തുക പറഞ്ഞുകൊണ്ട് ആ തുകയ്ക്കുള്ള സ്വർണം ഞങ്ങൾ വാങ്ങി നൽകാം എന്നുള്ള തരത്തിലേക്ക് ആളുകൾ മാറി ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ എത്ര വില കൂടിയാലും കുറഞ്ഞാലും ആ തുകയ്ക്കനുസരിച്ചുള്ള സ്വർണമാണല്ലോ വാങ്ങുന്നത്. അതുകൊണ്ട് ആ തരത്തിലേക്ക് ആളുകൾ മാറി അവരുടെ പർച്ചേസിങ് രീതികൾ ചേഞ്ച് ചെയ്യാണ്. അതുപോലെ തന്നെ കയ്യിലിരിക്കുന്ന അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആഭരണങ്ങൾ അല്ലെങ്കിൽ ലോക്കറിലുള്ള ആഭരണങ്ങൾ സാധാരണ മാറ്റി വാങ്ങുകയോ അല്ലെങ്കിൽ വിറ്റിട്ട് പുതിയ വാങ്ങുകയോ ചെയ്തുകൊണ്ടിരുന്ന പതിവ് മാറി കുറച്ച് ആഭരണങ്ങൾ മാത്രം, അത്യാവശ്യം വേണ്ട ചെറിയ ആഭരണങ്ങൾ മാത്രം ഒരു സെറ്റൊക്കെ വാങ്ങിക്കൊണ്ട് ബാക്കി ആഭരണങ്ങൾ എല്ലാം തന്നെ പഴയത് തന്നെ വീണ്ടും അവർക്ക് ഒരു അസറ്റായിട്ട് നൽകുന്ന ഒരു രീതിയും ഇപ്പോൾ കാണുന്നുണ്ട്. അതൊക്കെ ഈ വ്യാപാരികളെയാണ് ശരിക്കായിട്ട് ബാധിക്കുന്നത്. അത് വ്യാപാരികളെ ശരിക്കും ബാധിക്കുന്നുണ്ട്. അവരുടെ ബിസിനസ്സുകൾ വളരെ ഇത്രയും വില കൂടുന്ന ഈ സമയത്തും ബിസിനസ് വളരെ രീതിയിൽ കുറയുന്ന ഒരു സ്ഥിതിയാണ് കാണുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.